എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒത്തിരി പേര് സാമ്പത്തിക സഹായങ്ങൾ കൊണ്ട്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൊണ്ട് ഓരോ മലയോരങ്ങളിലും ഇപ്പം ഇന്നലെ 24 ആദിവാസി സഹോദരങ്ങളാണ് വയനാടൻ കാടുകളിൽ നിന്ന് വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പം അത്രയും എല്ലാ മേഖലകളിലുമുള്ള എല്ലാവർക്കും ലളിതമായി മനസ്സിലാക്കുന്ന ദൈവാനുഭവമായിട്ട് ഏറ്റവും ഉന്നതമായ ശ്രേണി ജീവിക്കുന്നവർ മുതൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലും ജീവിത രംഗങ്ങളിലുള്ളവരെല്ലാം അഭയസ്ഥാനമായി ഉടമ്പടി കാണുകയാണ്. അപ്പം നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ ഉടമ്പടി ധ്യാനം കൂടുമ്പോഴും അത് നിങ്ങൾ ഷെയർ ചെയ്യണം. വേദനപ്പെട്ടിരിക്കുന്നവർക്ക് ഇത് കിട്ടുമ്പോൾ ദൈവം അവർക്ക് അയച്ചു കൊടുത്ത പോലെ തോന്നും. കാര്യം അത് നിങ്ങളാണ് ദൈവത്തിൻ്റെ കൈയും കാര്യമായി പ്രവർത്തിക്കേണ്ടത്. നിങ്ങളുടെ പ്രേക്ഷിത വേലയിൽ നിങ്ങളൊരിക്കലും മാന്യം തോന്നരുത്. പ്രേക്ഷിത വേല ക്ലേശകരമായ ജോലി കൂടുതൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സത്യസന്ധതയാണ് അതുവഴി ദൈവം മനസ്സിലാക്കുകയും നിങ്ങളുടെ ഉടമ്പടിയെ ദൈവം ആശീർവദിക്കുകയും ചെയ്യുന്നത്. ഉടമ്പടി ജീവിക്കാൻ കഴിഞ്ഞതിൽ നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം. എല്ലാവരും അങ്ങനെയാണ് പറയണം. ഇതൊരു ജീവിത രീതിയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ജീവിച്ച് മരിക്കാൻ ഇടയാക്കണമേ എന്നൊക്കെ ആൾക്കാർ പ്രാർത്ഥിക്കണം. ഇപ്പോഴും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവരിലും വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഭൗതികമായ നേട്ടങ്ങളുടെയും നിയോഗങ്ങളുടെയും ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യഘട്ടം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഘട്ടത്തിൽ ഉടമ്പടിയെ പുതുക്കുമ്പോഴൊക്കെ ഒരു ആധ്യാത്മിക അനുഭവങ്ങൾക്ക് വേണ്ടി കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ കക്ഷികളെല്ലാം മെർലിനായാലും അതുപോലെ തന്നെ ഗോകുൽകൃഷ്ണനായാലും അവിടെ ആധ്യാത്മിക അനുഭവങ്ങൾ കണ്ടില്ലേ? അതാണ് അടിയൊഴുക്കെന്ന് പറയണത്. അവർ പുതുക്കി കഴിയുമ്പോൾ അവരുടെ നിയോഗം കർത്താവ് തന്നെയാണ്. ഇപ്പോൾ ഗോകുൽകൃഷ്ണൻ എന്താ പറയണത്? ഞാൻ ടൈറ്റ് യൂത്താണ്. ഇപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ യൂത്താണ്, എനിക്ക് ലോകത്തിൻ്റെ ഒരു വിഷത്തിൽ ചെന്ന് ചാടി ആത്മാവ് നഷ്ടപ്പെടാൻ താല്പര്യമില്ല, അതുകൊണ്ട് നീ തന്നെയായിരിക്കണം എൻ്റെ കൂട്ട്. അപ്പോൾ അവർ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവർ ആ ഒരു ബോറടിക്കുന്ന, ഒറ്റപ്പെട്ട് പോകുന്നില്ല പല ആൾക്കാരും ചെന്ന് അവർക്ക് പറ്റാത്ത ബന്ധങ്ങളിൽ പോയി ചാടി വീണു പോയിട്ടില്ലേ? ആ ഒരു സംഘർഷമാത്മകമായ ഒരു ടെംപ്റ്റേഷന് ഇവർ ക്രിസ്തുവിനെ വെച്ച് മാനേജ് ചെയ്യണം. കണ്ടില്ലേ? അത് അപാര മാനേജിങ്ങാണ്. ഈ ബോർ ടൈമിൽ ചില ആൾക്കാരിങ്ങനെ കൂട്ടുകൂടുമ്പോൾ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാവോ? അത് നമ്മൾ തേപ്പെന്നൊക്കെ പിള്ളേർ പറയണ സംഭവിച്ചാൽ തേക്കാൻ വേണ്ടി മാത്രം കൂടുന്നവരുണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈം വന്ന്, ഈ ബോർ ടൈം വന്ന് എങ്ങനെയെങ്കിലും ആരെങ്കിലും വെച്ച് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ആ ബോർ ടൈം കഴിയുമ്പോൾ അയാളെ കണ്ട് പഠിച്ച് അയാളെ മാറ്റിയിട്ട് വേറെ ആൾക്കാരെടുക്കും. അത് തുടങ്ങുമ്പോൾ തന്നെ ഇവർ രണ്ട് കക്ഷികളും പരസ്പരം വഞ്ചിക്കുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ആത്മവഞ്ചനയിൽ നിലനിൽക്കുന്ന ആൾക്കാർക്ക് ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല.
കാര്യം എന്താ, നിങ്ങൾ തന്നെ ബേസിക്കായിട്ട് ആത്മബന്ധനയിൽ പോവുകയാണ്. അപ്പം നിങ്ങൾ പറയാം അതൊക്കെ സാരമില്ല, അതൊക്കെ ടൈം പാസ് ഒന്നും പറഞ്ഞ സാധനമില്ല. ടൈം പാസ് അല്ല ശരിക്കും സംഭവിക്കണത്. സമയം കൊല്ലാൻ വേണ്ടിയല്ല, നിങ്ങൾ ചെയ്യണത് ഗ്രേസ് പാസ്സാണ് നടക്കുന്നത്. കൃപയാണ് നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കണത്. എന്താ കാര്യം? ഈ കാപട്യം വെച്ചുകൊണ്ട് നമുക്ക് ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ പെട്ടുപോയില്ല എന്ന് വിചാരിക്കും. നിങ്ങൾ തൽക്കാലം ചെയ്യാവുന്ന എന്താണ്, നിങ്ങളുടെ പാസ്ബുക്ക്, നിങ്ങളുടെ ചെക്ക് ബുക്ക് കയ്യിൽ നിന്ന് പോയെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് പേയ്മെൻ്റ് അടിക്കും ഇല്ലേ? എൻ്റെ ചെക്ക്, ഞാൻ എഴുതിയ ചെക്ക്, ഒപ്പിട്ട ചെക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, അതുകൊണ്ട് ബാങ്ക് ആ ചെക്കും കൊണ്ട് വന്നാൽ പൈസ കൊടുക്കുമെന്ന് പറയും. നിങ്ങൾ പെട്ടുപോയ ബന്ധമാണെങ്കിൽ ഉടനെ സ്റ്റോപ്പ് പേയ്മെൻ്റ് അടിക്കണം. എന്താ കാര്യം? ഓക്കെ, ഇത്രയും നാൾ നമ്മളിങ്ങനെ ഒരു റിലേഷനിലായിപ്പോയി, പെട്ടിരിക്കുകയാണ്, ഇനി ഞാൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്കറിയാം, അങ്ങനെയാണെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയാതൊക്കെ അങ്ങനെ ഭയങ്കര ഒരു ഇമോഷണലായിട്ടുള്ള കുറേ സിനിമയിൽ നിന്ന് സീരിയലിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്ഥിരം ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും കീച്ചും, അതൊക്കെ കീച്ചിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം അറിയാതെ നീ വിശ്വാസിയാണെങ്കിൽ എൻ്റെ മകനെ നീ തിരിച്ചു കൊണ്ടുപോകരുത്. അതാണ് വിഷയം അതാണ്. ആ നിയോഗം നിറവേറിയില്ലെങ്കിലും, നിന്നെ ഏൽപ്പിച്ച കാര്യം നിറവേറിയില്ലെങ്കിലും, നീ നിയോഗം വെച്ച കാര്യം നിറവേറിയില്ലെങ്കിലും നീ പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചു പോകരുത്. മനസ്സിലായില്ലേ? അത് ഒന്നിനു വായിച്ച ആ ഭാഗം, അതാണ് നമ്മുടെ ഇന്നത്തെ ക്യാപിറ്റൽ മെസ്സേജ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഉൽപ്പത്തി 24:8. എന്നാൽ ആ സ്ത്രീക്ക് നിന്നോട് കൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശബ്ദത്തിൽ നിന്ന് നീ വിമുക്തനാണ്. എന്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം. ഞാൻ വിട്ടുപോകുന്ന നാട്ടെന്ന് പറയുന്നുണ്ട്. ഉടമ്പടി പ്രഖ്യാപിതമായ ഒരു വർക്ക് ചെയ്യണത് ഈ മേഖലയിലാണ്. എന്താണ്? ഞാൻ വിട്ടുപോകുന്ന നാട്ടിലേക്ക് നിങ്ങൾ തിരികെ കൊണ്ടുപോകരുത്. അപ്പം നമ്മൾ ഉടമ്പടിയിലൂടെ വിട്ടുപോകുന്ന ഒരു ജീവിത രീതിയുണ്ട്. നിങ്ങളുടെ നിയോഗം നിറവേറിയില്ല, നിങ്ങളുടെ നിയോഗം ആ രീതി നിറവേറിയില്ലെങ്കിലും നിങ്ങൾ വിട്ടുപോകുന്ന ഒരു നാടുണ്ട്, ദൈവാനുഭവമുണ്ട്. നിങ്ങൾ വിട്ടുപോകുന്ന ഒരു ലോകജീവിതമുണ്ട്, അതിലേക്ക് നിങ്ങൾ തിരികെ പോകരുത്. ഇത് നിങ്ങൾ കൃത്യമായിരിക്കാം. ഇത് എന്നെ ബോധ്യപ്പെടുത്താനല്ല, കൗൺസിലേഴ്സിനെ ബോധ്യപ്പെടുത്താനല്ല, ദൈവത്തെ ആദ്യം ബോധ്യപ്പെടുത്തണം. എന്താണ്? ഞാൻ എൻ്റെ നിയോഗം നിറവേറിയില്ലെങ്കിലും ഞാൻ തിരിച്ചു പോകത്തില്ല പഴയ മദ്യപാനത്തിലേക്ക്. അതുപോലെ തന്നെ എന്തെല്ലാം തരമാണ് ദൈവത്തിന് സത്യസന്ധമല്ലാത്ത ഒരു വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു പോകത്തില്ല. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും ഞാൻ കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുകയാണ്. എൻ്റെ പേര് ആൻലിയ. ഞാൻ ആലുവ ചുണങ്ങവേലി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. 2023 ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് തുടങ്ങിയത്. പഠിച്ച് A1 മുതൽ B2 വരെ എനിക്ക് ഭയങ്കര പാടായിരുന്നു സബ്ജക്റ്റ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിച്ചു തീർക്കാനും. ഇപ്പോൾ ഗ്രാമറാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് പുതിയത് പഠിക്കുമ്പോൾ എനിക്ക് പാടായി വന്നുകൊണ്ടിരിക്കണമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് കൃപാസനത്തെ പറ്റിയോ മാതാവിനെ പറ്റിയോ ഒന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ അമ്മ ഉടമ്പടി എടുത്തൊരു വ്യക്തിയാണ്. അമ്മ പ്രാർത്ഥിക്കുന്നതും കാലത്തും രാത്രിയൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ടെങ്കിലും പക്ഷേ ഞാനത് കൂടുതൽ ഒന്നും ശ്രദ്ധിക്കുകയോ അതിനെപ്പറ്റി ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അങ്ങനെ B2 എക്സാം എഴുതാനായിട്ട് ഞാൻ 2024 സെപ്റ്റംബറിൽ ഞാൻ ഡേറ്റ് എടുത്തു. 2024 സെപ്റ്റംബർ ഞാൻ ഡേറ്റ് എടുത്തു. ഞാൻ ആദ്യം 2 മൊഡ്യൂളാണ് എഴുതിയത്.
പഠിച്ചതുകൊണ്ടും കിട്ടുമെന്നുള്ള വിശ്വാസം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പോയി എഴുതിയത്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 2 മാർക്കിന് ആ 2 മൊഡ്യൂളും എൻ്റെ അടുത്തുനിന്ന് പോയി. അങ്ങനെ എക്സാം ഞാൻ ഓരോന്ന് കിട്ടാണ്ടാവുമ്പോൾ ഞാൻ ഓരോന്നും ഇത് എഴുതി 1.5 കൊല്ലം കൊണ്ട് ഞാൻ ഒരു 7 തവണയെങ്കിലും ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്. അതും ഫുൾ മൊഡ്യൂളായിട്ടും 2 മൊഡ്യൂളായിട്ടൊക്കെ ഞാൻ കുറേ എഴുതിയിട്ടുണ്ട്. പക്ഷെ എല്ലാം ഈ നിസ്സാര മാർക്കിന് 0.5 എൻ്റെ കയ്യിൽ നിന്ന് പോകുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ എനിക്ക് ഈ വീട്ടിൽ അമ്മാമ്മയൊക്കെ വീട്ടിൽ സാക്ഷ്യം വെച്ച് എപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ എനിക്ക് തോന്നിയൊരു തോന്നലായിരുന്നു, ഞാനും പോയി ഒന്ന് ഉടമ്പടി എടുത്ത് നോക്കാം. എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ, വീട്ടിൽ എൻ്റെ ഫാമിലി ഫുൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, കസിൻസ് ആണെങ്കിലും എല്ലാവരും. അപ്പോൾ പിന്നെ ഞാനും ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്ന് എടുത്തതാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ വേറെ വിശ്വാസ കാര്യങ്ങളോ അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് ജർമ്മൻ പാസ്സാവണം അതുള്ളായിരുന്നു. വന്നു ഞാൻ എടുത്തു, ഉടമ്പടി എടുത്തതുകൊണ്ട് ഞാൻ പിറ്റേ മാസം തന്നെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു, എക്സാം എഴുതി. പക്ഷെ അതും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു ഉടമ്പടി എടുത്ത് പിന്നെന്താ കിട്ടാത്തത് എന്നുള്ള തോന്നലായിരുന്നു എനിക്ക്. ഞാനപ്പോൾ ഈ എക്സാമിന് പോയപ്പോഴൊന്നും എൻ്റെ ഈ ഉപ്പോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി അത് എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ് എന്ന് മനസ്സിലായി. കാരണം എല്ലാം ഈ അടുത്ത് വരെ എത്തിയിട്ടും എല്ലാം എനിക്ക് 0.5 ലാസ്റ്റ് എഴുതിയത് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി അത് എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കാണ് എന്ന് മനസ്സിലായിട്ട് ഞാൻ പിന്നെ 2ാമതും ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ച്. ആ ഡേറ്റ് എടുക്കണേക്ക് മുന്നേ ഞാനിവിടെ വന്ന് ഉടമ്പടി 2ാമത് ഞാൻ എൻ്റെ പുതുക്കി. 2025 ഒക്ടോബറിൽ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് അമ്മയ്ക്കായിരുന്നു മാതാവിനെ എടുക്കാൻ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, അമ്മയ്ക്ക് കിട്ടിയല്ലോ. എനിക്ക് കിട്ടണേന്ന് പ്രാർത്ഥിച്ചു വന്നത്, പക്ഷെ അമ്മയ്ക്ക് കിട്ടിയല്ലോ എന്നായി. ഞാൻ എന്നിട്ട് അമ്മയുടെ കൂടെ ഇവിടെ വന്ന് ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച്, ഞാനിവിടെ നിന്ന് കുറേ നേരം കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച്. ഇത്രയും നാൾ ഞാൻ എഴുതി, എനിക്ക് കിട്ടണില്ല. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പോയി തുടങ്ങി, അവരൊക്കെ എക്സാം പെട്ടെന്ന് പാസ്സായി കയറിപ്പോകാൻ കണ്ടപ്പോൾ എനിക്കാകെ വിഷമമായി തുടങ്ങി. ഞാൻ ഒരെണ്ണം പോലും പാസ്സാവണില്ല എന്ന് കണ്ടപ്പോൾ എനിക്കങ്ങനെ ഞാൻ എന്ത് ചെയ്താലും മൊത്തത്തിൽ തടസ്സവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. പിന്നെ ഞാൻ ഡെയിലി കാലത്തും രാത്രിയൊക്കെ ഫുൾ ടൈം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയിൽ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നെ കൂടുതൽ ഈ പ്രാർത്ഥിക്കുന്നതോറും എന്നെ കൂടുതൽ ഈശോയിലേക്കും മാതാവിലേക്കും അടുപ്പിക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഞാൻ കുറേ നേരം ഇരുന്ന് ബൈബിൾ വായിക്കുമായിരുന്നു. ബൈബിൾ വായിക്കും തോറും എനിക്ക് നമ്മൾ സ്റ്റോറിയൊക്കെ വായിക്കുന്ന പോലെ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വായിക്കാനായിട്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ ഒക്ടോബർ 10 എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടി. എക്സാം ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. എക്സാം അറ്റൻഡ് ചെയ്ത് എനിക്ക് നല്ല പാടായിരുന്നു. അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ കയറുന്നതിന് മുന്നേ എൻ്റെ കയ്യിലുണ്ട ഉപ്പ് ഞാൻ ഹാളിൻ്റെ മുന്നിലിട്ടായിരുന്നു. കയറുന്നതിന് മുന്നേ നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുമല്ലോ, മാതാവേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം കാണിച്ച് തന്നെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ കയറിയത്. ഞാൻ വാതിലുറന്ന് അകത്തോട്ട് കയറിയപ്പോൾ എന്നെ സീറ്റിൽ കൊണ്ടുവന്ന് നിർത്തിയത് ഒരു ഗ്രേ കളർ ഷർട്ട് ഇട്ടൊരു ചേട്ടനാണ്. എന്നെ കൊണ്ടുവന്ന് നിർത്തിയത് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ബെഞ്ചിൻ്റെ നമ്പർ 7 അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ഞാൻ നോക്കുമ്പോൾ എവിടെ നിന്ന് നോക്കിയാലും ഞാൻ 7ാമത്തുള്ള നമ്പറിൽ ഞാനായിരിക്കുന്നത്. എന്നെ കൊണ്ടുപോയി ഇരുത്തിയത് ഒരു ഗ്രേ കളർ ഷർട്ട് ഇട്ട് ചേട്ടനാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഈ എക്സാം മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, പേടിക്കണ്ട എന്നെനിക്ക് ഉറപ്പായി. പക്ഷേ എക്സാം തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു എക്സാം. ഞാൻ ഇത്രയും നാൾ എഴുതിയതിൽ വെച്ചിട്ട് ഏറ്റവും ടഫായിട്ടുള്ളൊരു എക്സാമായിരുന്നു ഞാൻ എഴുതിയത്. ഞാൻ വിചാരിച്ചു ഇതും പോയി എന്ന് വിചാരിച്ചു. കാരണം ഒന്നും എനിക്ക് എഴുതാൻ പറ്റിയില്ല. ഈ റൈറ്റിംഗ് ആണെങ്കിലും സ്പീക്കിംഗ് ഒക്കെ ആണെങ്കിലും പേടിച്ചിട്ടുകൊണ്ട് കുറേയൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നിട്ടുണ്ട്. ഈ റീഡിങ്ങും ഹിയറിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ അമ്മയെടുത്ത് പറഞ്ഞായിരുന്നു, അമ്മ കിട്ടാൻ ചാൻസ് ഇല്ല, നല്ല പാടായിരുന്നു എക്സാം, ഇത്രയും നാൾ എഴുതിയിൽ വെച്ചിട്ടുള്ള ഏറ്റവും പാടുള്ള എക്സാമായിരുന്നു ഇതെന്ന് പറഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞ് നവംബറിൽ ഞാൻ ഒരു ചൊവ്വാഴ്ച ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ധ്യാനം നടക്കുക. ധ്യാനത്തിന് ഏറ്റവും അവസാനം ഒരു 1 മണി 1:15 ആ ഒരു സമയമായപ്പോഴേക്കും, ആരാധനയുടെ സമയമായപ്പോഴേക്കും എനിക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നേക്കണേ എൻ്റെ റിസൾട്ട് വന്നെന്നുള്ളത്. ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഈ 1.5 കൊല്ലം കൊണ്ട് ഞാൻ പഠിച്ച് പാസ്സാവാത്തതും ഞാൻ ഉഴപ്പി നടന്ന് തോറ്റുപോയതിലൊക്കെ നല്ല മാർക്കോടെയാണ് ഞാൻ പാസ്സായത് എക്സാം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലായിരുന്നു. ആ ഒരു സമയത്ത്
ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ നിന്നത്. എക്സാം പാസ്സായത് കണ്ടപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു, അമ്മ പാസ്സായി, എനിക്കറിയില്ല എന്താണെന്നൊരു പിടുത്തമില്ല, വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു നിന്നത് എക്സാം പാസ്സായത്. അത് കഴിഞ്ഞ് എൻ്റെ 2 ചേച്ചിമാർ ജർമ്മനിയിലുണ്ട്. അവർ വഴിയാണ് എനിക്ക് കുറേ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ അവരാണ് എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തത് എൻ്റെ അടുത്ത്. എന്നിട്ട് ഞാൻ അങ്ങനെ ഇരിക്കെ ചേച്ചി എനിക്ക് അവിടെ FSJയിൽ കയറാനാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ചേച്ചിയുടെ വേക്കൻസിയിൽ എനിക്ക് കയറാൻ പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ഒരു ദിവസം എന്നെ വിളിച്ച്. അപ്പോൾ കോൺട്രാക്റ്റ് റെഡിയാക്കണം, അപ്പോൾ നവംബർ ലാസ്റ്റോടെ നമുക്ക് ശരിയാക്കാം. കോൺട്രാക്റ്റ് ശരിയാക്കി കഴിഞ്ഞാൽ ഡിസംബറിൽ അവിടെ ഒന്നും ചെയ്യൂല, അവരെല്ലാവരും ഉർലോബിന് പോകുന്ന കാരണം കൊണ്ട് ഒന്നിനും ടൈം ഉണ്ടാകത്തില്ല, അവരാരും ഡിസംബറിലൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ജനുവരി ആകുമ്പോഴാണ് എല്ലാം ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ജനുവരിയിലായാൽ മതി എന്ന് പറഞ്ഞു. ഡിസംബർ ഫുൾ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്നൊന്ന് കയറി പോകാനായിട്ട് ഒന്ന് ശരിയാക്കണേ എന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് കൈ കിട്ടി, ഒപ്പൊക്കെ ഇട്ട് എല്ലാം ഞാൻ തിരിച്ചു കൊടുത്ത്. എനിക്ക് ആ ഒരു മാസം ഫുൾ ഞാൻ എൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ എല്ലാം തനിയെ ചെയ്തേ, ഒരു ഏജൻറ്റിൻ്റെ സഹായത്തോടെ എല്ലാം ചെയ്തത്. ഞാൻ വിസയ്ക്ക് ഡേറ്റ് എടുത്തതും പേപ്പർ വർക്ക് ചെയ്തതെല്ലാം ഞാൻ തനിയെയാണ്. അത് കഴിഞ്ഞ് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലേക്ക് എനിക്ക് വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി. ഞാൻ അതിന് മുന്നേ ഇവിടെ വന്ന് ഞാൻ രണ്ടാമത് എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി. ആ സമയത്ത് ഞാൻ അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പം അച്ഛൻ പറഞ്ഞു പേടിക്കണ്ട, നന്നായിട്ട് അറ്റൻഡ് ചെയ്തോ എന്ന് പറഞ്ഞ് എനിക്കൊരു കാശ് രൂപം കയ്യിലൊക്കെ തന്നിട്ടാണ് ഞാൻ പോയത്. ഞാനിട്ട് ഇസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിലും എനിക്ക് നല്ല തടസ്സമായിരുന്നു. കാരണം ഞാൻ കൊണ്ടുപോയ പേപ്പറിൽ പലതും അവർ പറഞ്ഞു ഇതൊന്നും ഇവിടെ റിക്വയർഡ് അല്ല, ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് അത് മാറ്റി. കുറേയൊക്കെ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവർ വെക്കാൻ പറഞ്ഞു. എനിക്ക് ആകെ അങ്ങനെ പെട്ടെന്ന് ആകെ ഒരു അലച്ചിൽ വന്നപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി, പേടിയായി, എല്ലാം ആയി. ഞാൻ ആ സമയത്തിരുന്ന് മൊത്തം വിശ്വാസപ്രമാണം സ്വർഗസ്സനം എല്ലാം ഇരുന്ന് ചൊല്ലിക്കൊണ്ടിരിക്കണമായിരുന്നു. കാശുരൂപം ഞാൻ കൈവിടാതെ ഞാൻ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വിസ ഇൻ്റർവ്യൂ എന്നോട് മാത്രം എനിക്ക് മാത്രം ഭയങ്കര ബുദ്ധിമുട്ടെന്നുള്ള രീതിയിലായിരുന്നു. ബാക്കിയുള്ളവരെ ഞാൻ നോക്കുമ്പോൾ അവരെ വേഗം വിളിക്കുന്നുണ്ട്, അവരുടെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ വേഗം ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ മാത്രം സമയമെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു 11 മണിയൊക്കെ ആയപ്പോൾ കയറിയിട്ട് ഞാൻ ഇറങ്ങുന്നത് തിരിച്ച് 3 മണിക്കാണ്. അതുവരെ ഞാൻ ഭയങ്കര ലാഗ് എടുത്ത് അവിടെ ഇരുന്നത്. അങ്ങനെ വന്നപ്പോൾ എനിക്കാകെ ടെൻഷനായി. കാരണം ഇങ്ങനെ ലാഗ് വരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി. പക്ഷേ വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ എനിക്കറിയത്തില്ല, നല്ല പാടായിരുന്നു. കാരണം ഓരോ കാര്യത്തിലും എനിക്കത് വേണ്ട, ഇത് വേണ്ട, അതെന്താ കൊണ്ടുവരാഞ്ഞേ അങ്ങനെയൊക്കെ ചോദിച്ച് ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കണമായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്കാകെ പേടിയായി, ഇനിയിപ്പോൾ ഇത് പോവോ, ഇനിയിപ്പോൾ കിട്ടിയില്ല, ഇനി ഒന്നുകൂടെ വെക്കണോ എന്നൊക്കെ ഉള്ള ഇതായി. എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയേക്കുന്നത് ഏപ്രിൽ 1-ാം തീയതി കയറാനായിട്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ പോയി കഴിയുകയാണെന്നാണെങ്കിൽ എനിക്ക് ഒന്നുകൂടെ വെച്ച് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കും എന്തായാലും. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ മുട്ടിപ്പായിട്ടായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു, ഇതെങ്ങനെയെങ്കിലും എനിക്കൊന്ന് അടിച്ച് കിട്ടണേന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനും അമ്മയൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 5 ദിവസം കഴിഞ്ഞ് എനിക്ക് മെയിൽ വന്നു, എൻ്റെ വിസ അവിടെ നിന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ എനിക്ക് പിന്നെ ടെൻഷൻ കൂടി. 5 ദിവസം കഴിഞ്ഞ് വന്നപ്പോഴേക്കും 7-ാമത്തെ ദിവസം വിസ എൻ്റെ കൈ കിട്ടി. ആ കിട്ടുന്നതിന് മുന്നേ എനിക്ക് കാലത്ത് മെസ്സേജ് വന്നു, ഇന്ന് ഡെലിവർ ആവും എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. ഞാൻ അപ്പം മുതൽ ഒരു ഉച്ച വരെ ഇരുന്ന് ഞാൻ ഭയങ്കര കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പച്ചത്തിരി കത്തിച്ച് വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് ഞാൻ ചോദിച്ച്, മാതാവേ ഇതെനിക്ക് വിസ അടിച്ചല്ലേ തന്നെ, എന്നെ പേടിപ്പിക്കാനല്ലേ ഇത്ര ടെൻഷൻ അടിക്കണേ അങ്ങനെയൊക്കെ ചോദിച്ച്. അപ്പോൾ ഞാൻ ഓരോന്നും ചോദിക്കുമായിരുന്നു, മാതാവേ എനിക്കിത് അടിച്ചല്ലേ വന്നെ, എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ച് താ, എനിക്ക് ടെൻഷൻ അടിച്ചിട്ടും പാടില്ല എന്നൊക്കെ പറയുമ്പോൾ മാതാവ് ഞാൻ അത് ചോദിക്കുമ്പോൾ മാത്രം സാധാ നിലയിൽ കത്തിക്കൊണ്ടിരുന്ന തിരി ഞാനിത് ചോദിക്കുമ്പോൾ മാത്രം ആളിക്കത്തുമായിരുന്നു. അത് ആളിക്കത്തുന്നത് കാണുമ്പോൾ എനിക്കൊരു സമാധാനമാണ്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഇനിയിപ്പോൾ ഒരു തവണ വന്നതാണോ എന്നറിയാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ ഇത് ആളിക്കത്തുമായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇതെൻ്റെ വിസ അടിച്ച് തന്നെയാണ് വന്നതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുവരെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന എനിക്ക് പിന്നെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ അമ്മേനോടും അമ്മാമ്മയോടൊക്കെ പറയാമായിരുന്നു, പേടിക്കണ്ട വിസ അടിച്ച് തന്നെയാണ് വരണേ, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അതും പറഞ്ഞിരിക്കും 1 മണി ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ വിസേൻ്റെ കൈ കിട്ടി. ഞാൻ തുറന്ന് നോക്കിയതും ആദ്യം ഞാൻ കണ്ടത് ഒരു പേപ്പറാണ്. ഞാൻ കേട്ടിട്ടുണ്ട് വിസയുടെ കൂടെ ഒരു പേപ്പർ വരാണെങ്കിൽ അത് റിജക്ഷനാണ് എന്നാണ് ഞാൻ കേട്ടേക്കണേ.
അപ്പോൾ തന്നെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഒരു പേപ്പർ കാണുന്നുണ്ട്, റിജക്ഷനാണെന്ന് തോന്നണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ഇല്ല നീ നോക്ക്, നിനക്ക് ഇത്രയും ഉറപ്പുണ്ടെങ്കിൽ നീ നോക്കെന്ന് പറഞ്ഞു. ഞാൻ ആ പേപ്പർ എടുത്താണ് ആദ്യം നോക്കിയത്. ഇനി റിജക്ഷൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആദ്യം നോക്കിയപ്പോൾ അത് റിജക്ഷൻ്റെ അല്ലായിരുന്നു. എനിക്ക് ബില്ല്, ഒരു റെസിപ്റ്റ് എന്നുള്ള രീതിയിൽ അവരെനിക്ക് ബില്ലടിച്ച് തന്നേക്കുന്ന ഒരു പേപ്പറായിരുന്നു. ബാക്കി ഞാൻ വിസയുടെ പാസ്പോർട്ട് തുറന്ന് നോക്കിയത് എനിക്കെൻ്റെ വിസ അടിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ പ്രാർത്ഥിച്ച പോലെ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 7ാമത്തെ പേജിൽ എനിക്ക് എൻ്റെ വിസ അടിച്ച് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഉടമ്പടി ഇവർ ഈ സാക്ഷ്യം പറയുമ്പോൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവർ പറയണത് 7ാമത്തെ പേജിൽ അവർക്ക് അടിച്ച് കിട്ടി എന്നൊക്കെ. പക്ഷേ ഇത് ഞാൻ നോക്കിയപ്പോൾ എനിക്കും 7ാമത്തെ പേജിൽ അടിച്ച് കിട്ടിയപ്പോൾ എനിക്കപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ കരഞ്ഞ് ആകെ ഞാൻ അമ്മയുടെ അടുത്തൊക്കെ പറയായിരുന്നു, എനിക്കും അടിച്ച് കിട്ടി 7ാമത്തെ പേജിൽ, എനിക്കും വിസ അടിച്ച് കിട്ടി എന്ന് പറഞ്ഞ്. ഞാൻ എൻ്റെ അപ്പച്ചി നാട്ടിലില്ല, അപ്പോൾ ഞാൻ അപ്പേനെയൊക്കെ വിളിച്ച് ഞാൻ കരഞ്ഞ് ഇങ്ങനെ പറയായിരുന്നു, കിട്ടി അപ്പച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ എല്ലാം ഈ 1.5 കൊല്ലം, ഒരു 2 കൊല്ലം നടക്കൂല എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യം ഒരു 6-7 മാസത്തിനുള്ളിലാണ് മാതാവ് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് സാധിച്ചെന്നത്. ഞാൻ ഏപ്രിൽ 1-ാം തീയതി ജർമ്മനിക്ക് പോവുകയാണ്. കാലത്ത് 10:30 ഫ്ലൈറ്റ്. എല്ലാം ശരിയായിട്ടുണ്ട്. ഇത്രയും എനിക്ക് സാധിച്ചു തന്ന അമ്മ മാതാവിനോടും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി ഞാൻ പറയാണ്. ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു മഠമുണ്ട്, ഹോൾഡേജ് ഹോമാണ്. അപ്പം ഞാൻ എല്ലാ ദിവസം കാലത്ത് കുർബാനയ്ക്ക് പോയായിരുന്നു. കുഞ്ഞിലേ മുതൽ ശീലിച്ചൊരു കാര്യമാണ് കുർബാന കൂടാന്നുള്ളത്. അപ്പോൾ കുഞ്ഞിലേ മുതൽ അത് ചെയ്യുമായിരുന്നു. ആ കൂട്ടത്തിൽ കാരുണ്യ പ്രവൃത്തി എന്നുള്ള രീതിയിൽ എനിക്ക് പോകാൻ നല്ല മടിയായിരുന്നു മഠത്തിലൊക്കെ. കാരണം ഞാൻ അവിടെ ചെന്ന് ഞാൻ എന്ത് ചെയ്യും, അവരെ കുളിപ്പിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ കുളിപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ ഒരിക്കൽ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ ഓർത്ത് ഫസ്റ്റ് ഡേ അല്ലേ, അവരൊന്നും ചെയ്യിപ്പിക്കില്ല എന്ന് ഓർത്തിരിക്കണേയായിരുന്നു. പക്ഷെ ചെന്നപാടെ ആ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ആ അമ്മച്ചീനെ കുളിപ്പിച്ചോന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ലായിരുന്നു. പക്ഷെ ആ അമ്മച്ചി ഞാനായിട്ട് ഭയങ്കരമായിട്ട് സഹകരിച്ച് ഞാനന്ന് നന്നായി കുളിപ്പിച്ച്, എനിക്ക് ഒരു കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ എനിക്ക് അവരെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു ദിവസം ഒരു 3-4 പേരെ ഞാൻ കുളിപ്പിച്ച് അവർക്ക് ഫുഡ് കൊടുത്ത് അവരുടെ ഡ്രസ്സൊക്കെ ഞാൻ കഴുകിനോടത്ത് കൊണ്ടുവന്നിട്ട് ആ ഡ്രസ്സൊക്കെ ഉണങ്ങി ഇത് വിരിച്ചിടാനും പിന്നെ അവരോട് കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ ഞാൻ ഫുൾ നോക്കിയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി ഫസ്റ്റ് ദിവസം പോയപ്പോൾ. പിന്നെ ഞാൻ ഡെയിലി കുർബാന കഴിഞ്ഞ് ഞാൻ നേരെ പോണത് മഠത്തിലോട്ടായിരുന്നു. മഠത്തിൽ ചെല്ലും, ഇവരെല്ലാവരെയും ഞാൻ കാണും, ഇവരെ കുളിപ്പിക്കും, അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട്. എനിക്കിതൊരു കാരുണ്യ പ്രവൃത്തിയായിട്ടല്ല, മറിച്ച് എനിക്ക് എന്തോ സ്വന്തം വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയോടും ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. ഞാനും അമ്മ എല്ലാ മാസവും ഇവിടെ വരുമായിരുന്നു. ഇവിടെ വന്ന് പത്രം മേടിച്ച് എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അത് വീടിൻ്റെ അടുത്തും അല്ലാണ്ടൊക്കെ ആയിട്ട് ഞാൻ ഈ പള്ളിയിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും കൊടുക്കും. അറിയാൻ പാടില്ലാത്ത ഹിന്ദുക്കൾ അവർക്കൊക്കെ ചെന്ന് ഞാൻ കൊടുത്തും വായിക്കണം, ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഈ ഒരു മാസം വരെ ഞാൻ ചെയ്തൊരു കാര്യമാണ് ഈ ഉടമ്പടി പത്രം കൊടുക്കാന്നുള്ളത്, കൃപാസന പത്രം കൊടുക്കാന്നുള്ളത്. ഞാൻ പിന്നെ ഉടമ്പടി എടുത്ത് ആ ഒരു ശേഷം അച്ഛൻ്റെ ധ്യാനം എല്ലാ ആഴ്ചയിൽ ചൊവ്വാഴ്ച അത് ഞാൻ മുടങ്ങാതെ കൂടായിരുന്നു. അതുപോലെ കുറേ പേരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ ഈ സ്റ്റേജിൽ വന്ന് നിന്ന് എനിക്ക് സാക്ഷ്യം പറയണമെന്ന്. ഞാൻ കുറേ പേരുടെ സാക്ഷ്യം കേട്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാവും. അപ്പോൾ ഞാൻ അവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് ഇത്രയും കഷ്ടപ്പാടുകൾ കൊടുത്തിട്ടും ഈശോ ഞങ്ങൾക്ക് സാധിച്ചു കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. സ്വഭാവത്തിൽ മാറ്റം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം കൂടുതലുള്ള ഒരാളാണ്. പൊതുവേ ദേഷ്യം കൂടുതലുള്ളതാണ്. അത് കുറേ എനിക്ക് മാറ്റാൻ പറ്റി. പിന്നെ ഭക്തി, എനിക്ക് പള്ളിയിൽ പോയി കുർബാന കാണും എന്നല്ലാണ്ട് എനിക്ക് ഒന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് എനിക്ക് ഒരാളോട് ഞാൻ എപ്പോഴും തുറന്നടിച്ച് ഞാൻ പറയും, പ്രാർത്ഥിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, ഈശോയോടും മാതാവിനോടും പറഞ്ഞാൽ കിട്ടാതായിട്ട് ഒന്നുമില്ല, അനുഭവം കൊണ്ട് പറയുന്നതെന്ന് പറയും. അങ്ങനെ കുറേ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായി പരിശുദ്ധ അമ്മ വഴി ഈശോയിൽ നിന്ന് മേടിച്ചു തന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാൻ താമസത്തിന് നന്ദി പറയുന്നു, മാപ്പ് ചോദിക്കുന്നു. 2022 ഓഗസ്റ്റ് 30 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അതിന് ഉടമ്പടി എടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ആദ്യം തന്നെ എനിക്ക് 17 വർഷമായി ഞങ്ങൾക്ക് വീടിന് മുറ്റം കെട്ടാൻ സാധിക്കുന്നില്ലായിരുന്നു. വീടിൻ്റെ മുറ്റത്ത് കല്ല് കൊണ്ടുവന്നിട്ടിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമല്ല, എന്താണോ എന്നറിയില്ല, വീടിൻ്റെ മുറ്റം കെട്ട് നടക്കുന്നേയില്ലായിരുന്നു. ഞാൻ മതിൽ കെട്ട് അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ ചോദിച്ചു,
എന്താ ആവശ്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീടിൻ്റെ മുറ്റം വർഷങ്ങളായിട്ട് കെട്ടാൻ സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ ബ്രദർ പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ബ്രദർ പറഞ്ഞതുപോലെ ആ ഉടമ്പടി കാലാവധി തീരുന്ന 90 ദിവസത്തിന് മുന്നേ വീടിൻ്റെ മുറ്റം കെട്ടാൻ നടന്നു. മതിൽ കെട്ടാൻ പറ്റി. വെഞ്ചിരിച്ച നേർച്ച വസ്തുക്കളായ ഉപ്പ് അവിടെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു കാശ്രൂപം ആ വീടിൻ്റെ മുറ്റം കെട്ടുന്നിടത്ത് കൊണ്ട് കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ കാര്യം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടി. ഇനി അടുത്തതായി വേറൊരു കാര്യം, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ 22 വർഷമായിട്ട് അതിൻ്റെ പേര് ഞങ്ങളുടെ നാട്ടിൽ പോട്ടർമ എന്നാണ് പറയുന്നത്, തേനീച്ച പോലെ ഇരിക്കുന്ന ഒരു സാധനം. അത് ഈ കാറ്റ് വരുന്ന പോലെ ഇങ്ങനെ കാറ്റ് ഊതുമ്പോൾ അത് ഭയങ്കര ശക്തിയോടെ അതുങ്ങൾ വന്ന് വീടിൻ്റെ അകത്തിട്ട് കയറും. അയൽവക്കത്തെ വീട്ടിലൊന്നുമില്ല. അത് ഈ കശുമാവിൻ തോട്ടത്തിലുണ്ടാകുന്ന ഒരു ജീവിയാണ്. അത് ഇവിടെയുള്ളവർക്ക് അറിയാവുമെന്ന് എനിക്കറിയില്ല. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ ലൈറ്റ് ഇടത്തില്ല, TV ഓണാക്കത്തില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കാരണം ഇത് പറന്നു വന്ന് ഈ പാത്രത്തിലും TV എല്ലാം ഇങ്ങനെ പൊതിഞ്ഞിരിക്കും. ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വെഞ്ചിരിച്ച ഉപ്പ് വീടിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിൻ്റെ ആ മഹാശല്യത്തിൽ നിന്ന്, ആ പൈശാചികതയിൽ നിങ്ങൾക്ക് മോചനം കിട്ടി. ഇപ്പം പിന്നെ വല്ലപ്പോഴും ലൈറ്റ് വരുമ്പം ഓരോ പ്രാണികൾ വരുന്നത് പോലെ വരുന്നതല്ലാതെ ഞങ്ങൾക്കത് വന്നിട്ടില്ല. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, വർഷങ്ങളായിട്ട് ഒരു 7-8 വർഷമായിട്ട് എനിക്ക് ഈ അലർജിയുടെ ഒരു തുമ്മല. രാവിലെ എണീറ്റ് വന്നാൽ ഒരു 20 വട്ടമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കും. അപ്പോൾ തുമ്മി നമ്മൾ മടുക്കും. ജലദോഷമൊക്കെ വന്ന ഒരു 4 തുമ്മൽ തുമ്മിക്കഴിയുമ്പോഴേ നമുക്ക് ക്ഷീണം വരില്ല. പക്ഷേ ഇവിടെ വന്ന് ഈ വെഞ്ചിരിച്ച നേർച്ച വസ്തുവും ഉപ്പും വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ആ അലർജി മൂലമുള്ള തുമ്മൽ മാറി. ഇപ്പം സാധാരണ ജലദോഷം വരുമ്പോഴല്ലെങ്കിൽ 1-2 തുമ്മുന്നതല്ലാതെ തുമ്മലില്ല. പിന്നെ നിരവധി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി. പക്ഷെ അവരെ ആരും ഇവിടെ കൊണ്ടുവന്ന് അവർ വേണമെന്ന് പറഞ്ഞ് സാക്ഷ്യം പറയാൻ, അതുകൊണ്ട് എനിക്കത് പറയാൻ സാധിക്കുന്നില്ല. അതിന് ഞാൻ പരിശുദ്ധ അമ്മയോട് കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യം ഉള്ളവരുമുണ്ട്. പരിശുദ്ധ അമ്മയോട് ഞാൻ മാപ്പി ചോദിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഈ 2022 ഓഗസ്റ്റ് 30 ഉടമ്പടി എടുത്ത ആ മാസം മുതൽ ഈ മാസം വരെ എല്ലാ മാസവും കൃത്യമായിട്ട് പത്രം വാങ്ങി വിതരണം ചെയ്യാറുണ്ട്. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. പത്രം ഞാൻ കലോത്സവ നഗരങ്ങളിൽ, ഓട്ടോ സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, എവിടെയെല്ലാം കൊടുക്കാൻ പറ്റുമോ അവിടെയെല്ലാം കൊടുക്കും. ചിലർ ദേഷ്യപ്പെടും, ചിലർ കളിയാക്കി ചിരിക്കും. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാറില്ല. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ അനാഥാലയത്തിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ പോകാറുണ്ട്. വയ്യാതെ കിടക്കുന്നവർക്ക് ഭക്ഷണങ്ങൾ വാരി കൊടുക്കാറുണ്ട്. ആത്മീയമായിട്ട് എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റാറില്ല. എന്നാലും പറ്റുമ്പോഴൊക്കെ എല്ലാ ഞായറാഴ്ച ഇതുവരെ മുടക്കിയിട്ടില്ല. പിന്നെ ഇട ദിവസങ്ങളിൽ ആഴ്ചയിൽ 3-4 ദിവസമൊക്കെ പോകാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് എന്നും പോകാൻ പറ്റുന്നില്ല. അതിനുള്ളൊരു സാഹചര്യം വീട്ടിലില്ലാത്തതുകൊണ്ടും കൂടിയാണ് പോകാൻ പറ്റാത്തത്. പരിശുദ്ധ അമ്മ ഈശോയിൽ വഴി നിന്ന് മേടിച്ചു തന്ന ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം കോടാനുകോടി നന്ദി പറയുന്നു.